അതിന് എത്തിച്ചേർന്ന ഈരാറ്റുപേട്ട നഗരസഭ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദർ അവർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇല്യാസ് അവർക്കും ഇതിനായി കഠിനാധ്വാനം ചെയ്ത് ഈ വിവിധ പദ്ധതികൾ നമ്മുടെ വാർഡിൻ്റെ സ്വന്തമാക്കി തന്ന ഈ വാർഡിൻ്റെ ആദരണീയനായ കൗൺസിലർ എസ് കെ നൗഫലും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാഹിം വെട്ടിയാമ്പ്ലാക്കൽ തൻസീമ് യൂസുഹിബ മറ്റുള്ള എല്ലാവർക്കും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയക്കുറവ് മൂലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കും. 6-ാം വാർഡ് കിടക്കുന്നത് ഒരു അതിർത്തി നമ്മുടെ അജ്മീഡ് എവിടെയാണെങ്കിൽ ഒരു അതിർത്തി കിടക്കുന്നത് തലപ്പലം പഞ്ചായത്തിന്റെ മേഖലയിൽ നമ്മുടെ ഇടകളമറ്റ ഭാഗത്ത് ഇങ്ങനെ കുറേയധികം ദൂരങ്ങൾ ക്രോഡീകരിച്ച ഒരു വാർഡാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ട നിങ്ങളുടെ വാർഡ് കൗൺസിലർ എല്ലാ ഭാഗത്തേക്കും ഓടിയെത്തുന്നുണ്ട്. നഗരസഭയിൽ സ്ഥിരം വഴക്കടിച്ച് എന്നോട് ആവശ്യത്തിനുള്ള ഫണ്ടൊക്കെ പിടിച്ചു മേടിച്ച് അത്യാവശ്യം റോഡുകളൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് 28 വാർഡുകളിലേക്കും റോഡുകളുടെ നവീകരണത്തിന് വേണ്ടി ഓരോ വർഷവും 2,86,00,000 രൂപ എന്ന് കണക്കാക്കിക്കൊണ്ട് പൊതു റോഡുകൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് അതുപോലെ MLA MP ഇതര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു സംവിധാനമാണ് നാളിതുവരെ നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ മാതാക്കൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാതാക്കൽ റോഡൊക്കെ. സാധാരണക്കാരെ സംബന്ധിച്ച് വെള്ളവും വെളിച്ചവും വഴിയും അതാണ് ആദ്യമേ നോക്കിക്കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് തന്നെയാണ്. അത്യാവശ്യ രീതിയിൽ കുടിവെള്ളവും ഇപ്രാവശ്യം നമ്മൾ ഏകദേശം ഈ വാർഡിൽ തന്നെ നമ്മളിപ്പം 25 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കാനുള്ള തറക്കല്ലിടിയിൽ ഇന്നിപ്പോൾ നടന്നു കഴിഞ്ഞു. 25 ലക്ഷം രൂപ നമ്മുടെ ഈ വാർഡിലേക്ക് കുടിവെള്ള പദ്ധതിക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 3 കരകൾ ചുറ്റപ്പെട്ടാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. അപ്പോൾ 3 കരകളിലേക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് വെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങൾ നടക്കൽ മേഖലയിൽ കൂടുതൽ രൂക്ഷമുണ്ട്, അങ്ങോട്ടേക്ക് കൂടുതൽ ഫണ്ട് ചെലവഴിച്ചു. അതുപോലെ തന്നെ വടക്കേക്കര തെക്കേക്കര മേഖലകളിലേക്കെല്ലാം നമ്മൾ ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ടാണ് കുടിവെള്ളത്തിന് നമ്മൾ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാഫിക് പരിഷ്കരണമൊക്കെ നടപ്പിലാക്കി 10 പേർക്ക് ദൂഷ്യമെന്ന് തോന്നുന്നത് 100 പേർക്ക് നല്ലതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഭൂരിപക്ഷ തീരുമാനത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. നടക്കൽ മേഖലയിലേക്കും വടക്കേക്കര മേഖലയിലേക്കും 2 സബ് സെന്ററുകൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ 2 മണി മുതൽ 8 മണി വരെ പ്രവർത്തിപ്പിക്കുന്ന 2 ഹോസ്പിറ്റലുകൾ നമ്മൾ വാങ്ങിച്ചെടുത്തു. സ്റ്റേറ്റിൽ ഏറ്റവും നല്ല പ്രവർത്തിക്കുന്ന 2 ഹോസ്പിറ്റലും നമ്മുടെ ഈരാറ്റുപേട്ടയിൽ തന്നെയാണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് ലഭിച്ചു. അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങളുടെ പ്രിയങ്കരനായ വാർഡ് കൗൺസിലർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും സേവന രംഗത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുഖമില്ലാതെ വന്നപ്പോഴും നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ജനതയുടെയും പ്രാർത്ഥന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന സേവനത്തിന്റെ ആ ഒരു മനസ്സറിഞ്ഞ് ദൈവം നൽകിയ അധികാരം കൊണ്ട് പെട്ടെന്ന് സുഖമൊക്കെ പ്രാപിച്ചു വന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വാർഡിൽ ഇനി കുറച്ച് കാര്യങ്ങളോടൊക്കെ ചെയ്യുവാനുണ്ട്. അത് ഞങ്ങൾക്ക് ഏകദേശം ഈ ഭരണസമിതിക്ക് ഒരു 1.25 വർഷം കൂടെ ഉള്ളൂ. അത് നമ്മൾ പ്രോജക്റ്റ് ഈ വർഷത്തെ 24-25 പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. താമസവിനാതും എല്ലാ കാര്യങ്ങളും നിർവഹണം നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വൈകിയെങ്കിൽ ഈ ഒരു 3 റോഡുകളുടെയും പ്രത്യേകിച്ച് നമ്മുടെ ടാങ്ക് നിർമ്മാണത്തിന്റെ 1-ാം ഘട്ടം നമ്മൾ ഇന്നിപ്പോൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഒരു തറക്കല്ലിടിയിലായിരുന്നു. പിന്നെ മാതാക്കൽ തോട് റോഡ് അതും നടത്തി. മാതാക്കൽ അള്ളിങ്കൽ ഭാഗമാണിത്. കൂടാതെ ഇന്ന് ഒരു 5 റോഡുകളുടെ ഉദ്ഘാടനമായിരുന്നു ഈ വാർഡിൽ നടന്നത്. മാതാക്കൽ കോട്ട റോഡ്, മാതാക്കൽ അള്ളിങ്കൽ റോഡ്, മാതാക്കൽ വയലങ്ങാട് റോഡ്, പർവീൻ ബർദാടി എവിടെയാണ് ആ റോഡ് കൂടെ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ വാർഡിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൗൺസിലറോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടും റോഡുകളുടെ എല്ലാം ഉദ്ഘാടന കർമ്മം കുടിവെള്ളത്തിന്റെ ഉൾപ്പെടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തിട്ടെ. നന്ദി, നമസ്കാരം. 6-ാം വാർഡിൽ ഇന്ന് 3 റോഡ്, മൊത്തം 4 റോഡാണ്. 1 ലക്ഷം രൂപയുടെ പറവിൻ പുത്തപ്പറമ്പ് റോഡ് കൂടെ പണി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 25 ലക്ഷം രൂപ വകയിലെത്തുകയും 10 ലക്ഷം രൂപ ഇപ്പോൾ നിലവിൽ അനുവദിക്കുകയും ചെയ്ത് അതിൻ്റെ ടാങ്കിൻ്റെ പണിയുടെ ഉദ്ഘാടനം നമ്മുടെ പാളയം ശംസണ്ടനാണ് അതിൻ്റെ സ്ഥലം വിട്ടു തന്നത്. അതുപോലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഇവിടെയുള്ള വാർഡിലെ പ്രവർത്തകരും അതുപോലെ നാട്ടുകാരും എല്ലാ വിധത്തിലും സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടന്നു പോകുന്നത്. ഈ പരിപാടിയിൽ സംഘടിത എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന ആ ഇലക്ഷന്റെ വാഗ്ദാനം ഈ മാതാക്കൾ പ്രദേശം തന്നെ നമുക്കറിയാം.
ഈഴക്കയത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി നടന്നു പോകുമ്പോഴൊക്കെ ഈ പ്രദേശമൊക്കെ ഒരു വികസനമില്ലാത്ത ഒരു മുരടിച്ച ഒരു പ്രദേശമായിരുന്നു. 50 ലക്ഷം രൂപയുടെ ഒരു വർക്കും പിന്നെ കൂടാതെ 20-30 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഇവിടെ വന്നതോടുകൂടി ഈ പ്രദേശത്ത് തന്നെ ഈരാറ്റുപേട്ടയിലെ ഒരു മുഖച്ഛായ എണ്ണം ഈ പ്രദേശത്ത് മാറുകയാണ്. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങപ്പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കൂളം അടിച്ചോടിക്കോ കളെ മടിക്കാതെ വണ്ടിയൊട്ടി ചന്തയിലെത്തി ചില്ലോരം പേശി പൊന്നും വിലക്ക് വസൂലാക്കി. ഈ ഫണ്ട് അനുവദിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ടാങ്ക് സ്വന്തമായിട്ട് പണിയണം. ടാങ്ക് പണിതാലേ ഉള്ളൂ കുടിവെള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കുകയുള്ളൂ. അതിനുവേണ്ടി 6 മാസത്തോളം പല സ്ഥലങ്ങളിലും നമ്മൾ ഉയരം കൂടിയ വാഹനം പോകുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നു. എൻ്റെ പേര് പോലും വെക്കരുത്, പറയരുതെന്ന് എന്നോട് പറയും. എന്നായിരുന്നല്ല, അത് ഇന്ന് വലിയൊരു കാര്യമാണ് ചെയ്തത് അദ്ദേഹം. അദ്ദേഹത്തിന് നീയത്തത് തന്നെയാണെങ്കിലും നമുക്ക് ഒരു അദ്ദേഹത്തിന് ആദരം കൊടുക്കേണ്ടതുണ്ട്. ശംസമൻ